അപ്പോൾ നമ്മളിന്നുള്ളത് പുതിയൊരു സ്ഥലത്താണ്. അപ്പോൾ അറഫയിൽ നമ്മളൊരു സ്ഥലം കാണിച്ചു തരാൻ വന്നതാണ്. ഇതാണ് സുബൈദ കനാൽ. നെഹർ ഇ സുബൈദ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 1200 വർഷങ്ങൾക്ക് മുമ്പ് ബഗ്ദാദ് ഭരിച്ചിരുന്ന ഹാറൂൺ ഷരീഫ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ സുബൈദ ബീവിയാണ് ഈ കനാൽ ഇവിടെ നിർമ്മിച്ചത്. ഏകദേശം 1200 വർഷം പഴക്കമുണ്ട്. ഏകദേശം AD 193 അദ്ദേഹം വഫാത്താകുകയും അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പത്നി ഹജ്ജിന് വരികയും ആ വർഷം മക്കയിൽ വലിയൊരു ജലക്ഷാമം നേരിടുകയും ചെയ്തപ്പോഴാണ് പത്നി തിരിച്ചുപോയി പെട്ടെന്ന് എൻജിനീയേഴ്സിനെ എല്ലാവരും കണ്ടിട്ട് പെട്ടെന്നൊരു ജലസേചനത്തിനായി ഒരു വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കനാൽ ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. തായിഫിനടുത്തുള്ള ഒരു ഹുനിയൂൻ നദിയിൽ നിന്നാണ് ഈ കനാലിലേക്ക് ആവശ്യമുള്ള ജലം എടുത്തിരുന്നത്. മക്കത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ജലം എടുത്തിരുന്നത്. ഏകദേശം 35 കിലോമീറ്ററോളം നീളമുണ്ട് ഈ കനാലിന്. നമുക്കറിയാം, അന്നത്തെ കാലത്തെ ടെക്നോളജികൾ ഇത്രയും വികസിച്ചിട്ടില്ലെങ്കിലും ഇത്രയും നല്ലൊരു കനാൽ അന്നത്തെ എൻജിനീയർമാരുടെ ഒരു മികവ് കൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു രൂപത്തിലുണ്ടാക്കാനും അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ചെയ്യാനും അവർക്ക് അവരുടെ മികവ് തന്നെയാണ് നമുക്ക് ഒന്നാമത് അതിൽ പറയാനുള്ളത്. ഈ കനാലിന് ആവശ്യമായ എല്ലാ ചെലവുകളും വഹിച്ചത് സുബൈദ ബീവി തന്നെയാണ്. ശേഷം ഈ ചെലവുകൾ എഴുതപ്പെട്ടിരുന്ന രേഖകൾ അവസാനം ഒരു നദിയിൽ ഒഴുക്കിക്കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. കാരണം സുബൈദ ബീവി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രേഖകളെല്ലാം ഒഴുക്കിക്കളഞ്ഞത്. ഈ കനാൽ ഏകദേശം 1950 വരെ മക്ക നിവാസികളും ഹാജിമാരും ഉപയോഗിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണപ്പെടുന്നത്. പിന്നീട് ഇത് മിനയിലേക്കും മുസ്ദലിഫയിലേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പിന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഇത് 1950 ശേഷം ഇത് നിലയ്ക്കുകയും പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ പോവുകയും കുറേ ഭാഗങ്ങൾ നശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1200 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു നല്ലൊരു സൽക്കർമ്മം ചെയ്ത, തൻ്റെ സമ്പാദ്യമെല്ലാം ചിലവഴിച്ച് ഈ ഒരു സൽക്കർമ്മം ചെയ്ത സുബൈദ ബീവിക്ക് എല്ലാ നല്ല പ്രതിഫലങ്ങളും പടച്ച തമ്പുരാൻ നൽകുമാറാട്ടെ. ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ.